നമസ്തേ. പല പ്രായത്തിലൂടെ പല കാലഘട്ടങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും നമ്മളുടെ ചുറ്റിനും എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നവരായിരിക്കാം. പല രീതിയിൽ നമ്മൾ ആളുകളിൽ നിന്ന്, ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് പോലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ ഫീൽ ചെയ്യാമെന്നുള്ളതാണ്. ചിലപ്പോൾ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, സഹപാഠികളിൽ നിന്നായിരിക്കാം, സഹപ്രവർത്തകരിൽ നിന്നായിരിക്കാം, മേലധികാരികളിൽ നിന്നായിരിക്കാം, ബന്ധുക്കളിൽ നിന്നായിരിക്കാം, സമൂഹത്തിൽ നിന്നായിരിക്കാം. എനിവേർ നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉയരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ടൈറ്റിലിൽ പറയുന്നത് എങ്ങനെ അവരുടെ മുന്നിൽ റൈസ് ചെയ്യാമെന്ന് പറയുമ്പം നമ്മൾ അവരുടെ മുന്നിൽ എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം എങ്ങനെ അവരുടെ മുന്നിൽ റൈസ് ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നാമത്തെ ഒരു ഉത്തരവെന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണമെന്നുള്ള നമ്മുടെ ആ ഒരു ഇമോഷണൽ ആഗ്രഹമുണ്ടല്ലോ, ആ ഇമോഷണൽ ആയിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടാകരുത്, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനല്ല പോകുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഉയരാനുള്ള കഴിവുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ പല ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഇനി ഇല്ലെങ്കിൽ നമുക്കത് ആക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ പതിവ് പോലെ തന്നെ ഈ വീഡിയോ സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സെൽഫ് വാലിഡേഷൻ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വിലയിരുത്താനും നമ്മുടെ പേഴ്സണാലിറ്റിയെ റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി, ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആക്ട് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇത് ആളുകൾക്ക് ഈസിലി കാണാനും ഡിറ്റക്ട് ചെയ്യാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്നാമതായിട്ട് ഈ പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നിർത്തുക. ബിക്കോസ് നമ്മുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് മറ്റുള്ള ആളുകളല്ല, അത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. സോ നമ്മളോട് മാത്രമേ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ട്, ശാന്തമായിട്ട്, നിശബ്ദമായിട്ടുള്ള കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പാറ്റേൺ ആണ് എന്നുള്ളത്. പാറ്റേൺ നമുക്ക് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രീം നമുക്ക് നേടണം, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള നോളജ് നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്ഥിരത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്നത് പോലെ തന്നെ, നമ്മൾ സ്ഥിരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മഹത്തരമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള മഹത്തരമായിട്ടുള്ള വിജയങ്ങളൊന്നും ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നോ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. ഏതൊരു ധനാഢ്യനാണെങ്കിലും, ഏതൊരു പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റി ആണെങ്കിലും, ഏതൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും കൃത്യമായിട്ട് അയാൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്, സ്മാർട്ട് വർക്ക് ചെയ്തതുകൊണ്ടാണ്, അയാൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയനെ പവർഫുൾ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ടാകും. ഒരു വീക്ക്നെസ്സിനെ നമുക്ക് മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് വീക്ക്നെസ്. നമ്മളതിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 50% മറികടന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളതിനെ തിരിച്ചറിഞ്ഞ് അവെയറാണ് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ആളുകൾ അറ്റാക്ക് ചെയ്യുന്നതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. സോ വീക്കസ്റ്റ് ഏരിയ റിയലൈസ് ചെയ്യുക, അതിനെ ശക്തമാക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അവിടെയാണ് നമുക്ക് എപ്പോഴും അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് വിവരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഫലം അല്ലെങ്കിൽ റിസൾട്ടിനെ സംസാരിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എങ്ങനെയാണ് പ്ലാന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടാണ് അവിടെ സംസാരിക്കേണ്ടത്. സോ എക്സ്പ്ലനേഷനേക്കാൾ പവർഫുൾ എന്ന് പറയുന്നതാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് റോങ് ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഒട്ടും എനർജി വേസ്റ്റ് ചെയ്യരുത്. റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, റൈറ്റ് ആയിട്ടുള്ള കർമ്മത്തിന് വേണ്ടി മാത്രം എനർജി സ്പെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഈ സമയത്തിനെ പോലെ തന്നെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മളുടെ റിപ്പയർ ആയിട്ട്, നമ്മളുടെ ലേണിംഗ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ ട്രെയിനിങ്. നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഈ ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു കംബാക്ക് തന്നെയാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്.
അത് അവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല, ബിക്കോസ് വി ഹാവ് ടു റൈസ്, നമുക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പാറ്റേൺ ബേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിജയത്തിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ വിജയം അത് പ്രഭയുള്ളതാണ്, അത് ആളുകൾ കാണട്ടെ, നമ്മളതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കർമ്മം തുടരുക, ആ നേടിയ ഗോളിനേക്കാളും അപ്പുറത്തേക്ക് എന്താണോ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.